cities are rebuilt. ലോകത്തിലെ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്നത് യഹൂദന്മാരുടെ പശുക്കളാണ്. മോർ ദാൻ ദ യൂറോപ്യൻ കൗസ് ആൻഡ് അമേരിക്കൻ കൗസ്. എൻ്റെ ഈ കണക്കുകളൊക്കെ ഉണ്ട്, ഞാൻ അതിൻ്റെ ഡീറ്റെയിലിൽ പോവുകയല്ല. But what I want to point out to you and emphasize is we are living in a time of restoration of Jewish people. ഒരു കാര്യം ഞാനൊന്ന് ചൂണ്ടിക്കാണിച്ചോട്ടെ. ഇവരെ 2000 വർഷം ഇവർക്ക് ആർമിയുമില്ല, ഒന്നുമില്ല. അവരെ കൊല്ലുമ്പോൾ അവർ കൊന്ന് ജീവിക്കുകയാണ്. പക്ഷെങ്കിൽ ഇന്നവരാരാണ്? ഒരു വാക്യം ഒന്ന് വായിക്കാം. Ezekiel 37 and verses 10. When they have been brought back from the grave from the other nations, Lord has told in chapter 37 of Ezekiel and verses 10. അവർ എന്നോട് കൽപ്പിച്ച് ഞാൻ പ്രവചിച്ചു, ശ്വാസമായി വന്നു, അവർ ജീവിച്ചു, ഏറ്റവും വലിയ സൈന്യമായി നിവർന്നു നിന്നു. They became a mighty army. The nation that was not having a single soldier, now they are before the world a mighty army. It is proven here today. ഇറാനിലെ ഏറ്റവും വലിയ പ്രശ്നം 100 പ്ലെയിനും 200 ഫൈറ്റർ പ്ലെയിനൊക്കെയാണ് ബോംബിടാൻ പോകുന്നത്. ഇത് പലതും ഓടിക്കുന്നത് പെണ്ണുങ്ങളാണ്, ലേഡി പൈലറ്റ്സ്. പെണ്ണുങ്ങളെ പൊതുവിൽ കാണാൻ ആഗ്രഹിക്കാത്ത ഇറാനിലെ ബോംബ് ചെയ്യാൻ പോകുന്നത് ഇസ്രയേലിലെ ജൂയിഷ് പെണ്ണുങ്ങളെ ഫൈറ്റർ പ്ലെയിൻ ഓടിച്ചുകൊണ്ട് അവരെ ഏറ്റവും ചൊടിപ്പിച്ചു. ആദ്യത്തെ ആ റെയ്ഡിൽ തന്നെ പെണ്ണുങ്ങൾ ഈ ഫൈറ്റർ പ്ലെയിൻ കൊണ്ട് അവരെ ബോംബ് ചെയ്തു. അത് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. See here, they have become a mighty army. A tiny country can field 1 million armed men within 24 hours. Every woman is a trained soldier. Every man is a trained soldier. It is compulsory. Man and woman should serve in the army. അവർ സെർവ് ചെയ്ത് കഴിയുമ്പോഴും അവരുടെ കിച്ചണിലൊക്കെ തോക്കിരിപ്പുണ്ട്. നിങ്ങൾ പലപ്പോഴും ഈ വാട്സപ്പിലൊക്കെ കണ്ടിട്ടില്ലേ, സാധാരണ ഡ്രസ് ഇട്ട് അവരുടെ സ്ത്രീകളുമൊക്കെ തോക്കൊക്കെ പിടിച്ചുകൊണ്ട് നടക്കുന്നത്. അവർ ആർമിക്ക ആളുകളൊന്നും അല്ല. The government allows them to carry the guns in the streets. They are trained soldiers. ഒരു വാക്യം ഞാൻ കാണിച്ചോട്ടെ. ജെറമ്യാവ് 31 എടുത്തേ. ജെറമ്യ ചാപ്റ്റർ 31. ഞാനിത് ഇസ്രയേലിൽ പോയപ്പോഴാണ് കണ്ടത്. ഇത് കണ്ടപ്പോഴാണ് ഈ വാക്യം ദൈവം എന്നെ ഓർമ്മിച്ചത്. ജെറമ്യ ചാപ്റ്റർ 31 വേഴ്സസ് 21 and 22. ചാപ്റ്റർ 31, 21 and 22. നിനക്ക് അടയാളം വെച്ചുകൊള്ളുക, കൈയൂണ്ടികളെ നാട്ടുക, നീ പോയ പെരുവഴി മനസ്സിൽ വെച്ചുകൊള്ളുക. ഇസ്രായേൽ കന്യകയെ മടങ്ങി വരിക, നിന്റെ ഈ പട്ടണങ്ങളിലേക്ക് തന്നെ മടങ്ങി വരിക. വിശ്വാസത്യാഗിനിയായ മകളെ, നീ എത്രത്തോളം ഉഴന്നു നടക്കും. അടുത്ത വാക്ക് ശ്രദ്ധിച്ച്, യഹോവ ദേശത്തൊരു പുതുമ സൃഷ്ടിക്കും, സ്ത്രീ പുരുഷനെ ചുറ്റി പരിപാലിക്കും. ഇസ്രായേലിന്റെ സ്ത്രീകൾ ഒരിക്കൽ പോലും ആയുധം കയ്യിലെടുത്തിട്ടില്ല. 4000 years of history, the woman has never taken arms in their hands. എന്നാൽ ദൈവം ഇവരെ തിരിച്ചു കൊണ്ടിരുമ്പോൾ ദൈവം പറഞ്ഞു, I will do a new thing. The woman will protect men. ഞാൻ ഇസ്രായേലിൽ കടക്കുമ്പോൾ എൻ്റെ കണ്ണിൽ ചെന്ന് പതിച്ചത് അവരുടെ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഞാൻ നോക്കിയപ്പോൾ എല്ലാം യങ് ജൂയിഷ് വുമണാണ്, യങ് ആയിട്ടുണ്ട്. ഞാൻ നോക്കിയപ്പോൾ തോക്കുധാരികളായ യങ് വുമൺ. അവരുടെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള പാർട്ട് ഈ ഇമിഗ്രേഷനിൽ കൂടെ കിടക്കുന്നത്. അവരെ സ്ക്രൂട്ടനൈസ് ചെയ്ത് നമ്മളെ അപ്പുറത്ത് കൊടുത്തു. ബിക്കോസ് അവരുടെ ശത്രുക്കൾ എപ്പോഴും അതിനകത്ത് കയറാൻ നോക്കുന്നുണ്ട്. ഭയങ്കര സ്ക്രൂട്ടനൈസിങ്, പേടി തോന്നും അവരുടെ ഈ ഇമിഗ്രേഷനിൽ കൂടെ കയറുമ്പം തന്നെ. ബട്ട് ലെറ്റ് മീ റിമൈൻഡ് യു, ഇതെല്ലാം യങ് ലേഡീസ്. എന്നെ അത്ഭുതപ്പെടുത്തി. ഞാൻ ഒരുപാട് രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്. പല രാജ്യത്തും നമ്മൾ ഇമിഗ്രേഷൻ വരുമ്പോൾ ആ പാസ്പോർട്ട് ഇവിടെ തന്നെ UK വന്നപ്പോൾ അവർ ഏതാണ്ട് ചോദിച്ചു, ഇങ്ങോട്ട് നോക്കാൻ പറഞ്ഞു, അടിച്ചിൻ്റെ കൈ തന്നു, പോയിക്കോളാം. പക്ഷേ ഇസ്രായേലിൽ ഞാൻ ചെന്നപ്പോൾ ഒരു കാര്യം ഞാൻ നോട്ട് ചെയ്തു. ഏത് മനുഷ്യനായി ഇമിഗ്രേഷനിൽ കയറിയാലും they will look into your eyes.
they are trained. They can read your eyes. നിങ്ങളതിൽ നടന്നു പോകുമ്പോൾ നിങ്ങളറിയില്ല, നിങ്ങളെ പലരും വാച്ച് ചെയ്യുന്നുണ്ട്. Your body language they can read. The woman is protecting men. A new thing. A mighty army. The holy prophets പറഞ്ഞതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. Let me tell you, this is the greatest sign that the program of the church is getting over. Yes. The program of the church is getting over. നോക്കുക, ഇസ്രായേലിനെ മാറ്റിയിട്ടപ്പോഴാണ് സഭയുടെ പണിയിലേക്ക് ദൈവം കയറിയത്. സഭ ഇവിടെ ഉള്ളപ്പോൾ ഇസ്രായേലിനോട് ഇടപെടത്തില്ല. സഭ ഇവിടെ നിന്ന് മാറ്റിയ ശേഷം നിങ്ങൾ ഡാനിയലിന്റെ പ്രവചനം 9-ാം അധ്യായം പഠിച്ചു നോക്കിയാൽ 70 weeks of Daniel, അതിൽ ഒരു വീക്ക് കൂടെ 7 വർഷം കൂടെ ഫുൾഫിൽ ചെയ്യാൻ മശീഹ മടങ്ങി വരാൻ ആ ഡാനിയൽ ചാപ്റ്റർ 7 ഞാൻ എടുക്കുന്നുണ്ട്. ആ ഡാനിയൽ ചാപ്റ്റർ 9 വരുമ്പോൾ നിന്റെ ജനത്തിനും വിശുദ്ധ നഗരത്തിനും 70 ആഴ്ച വിട്ട് നിയമിച്ചു. ദാനിയേലിനോടാ പറയുന്നത്, നിന്റെ ജനം, ദാറ്റ് ഈസ് ജൂയിഷ് പീപ്പിൾ, നിന്റെ വിശുദ്ധ നഗരം, ദാറ്റ് ഈസ് യെരുശലേം, യെരുശലേമിനും യഹൂദനും 70 ആഴ്ച വിട്ട് നിയമിച്ചു. 69 ആഴ്ച വിട്ടും കൃത്യമായി അങ്ങനെ നടന്നു. 70-ാം ആഴ്ച വിട്ട് നടക്കണമെങ്കിൽ സഭയുടെ നിന്ന് പോകണം. സഭയുടെ നിന്ന് പോകണമെങ്കിൽ സഭയുടെ പണി തീരണം. സഭയുടെ പണി തീർന്ന് ഉത്പ്രാവണത്താൽ ഇവിടെ നിന്ന് മാറ്റപ്പെട്ട് കഴിഞ്ഞാൽ ഉടനെ ദൈവം യഹൂദനോട് ഇടപെടും. ഇന്നവരെ തിരിച്ചു കൊണ്ടുവന്നതാണ് വേണ്ടി. ഇപ്പോൾ അവർ ഭയങ്കരമായിട്ട് തല ഉയർത്തി നിൽക്കുന്നുണ്ടല്ലോ അവരുടെ വലത്ത് ഭാഗത്ത് അമേരിക്കയിൽ. ട്രംപും നെതന്യാഹുവും കൂടെ സംസാരിക്കുമ്പോഴൊക്കെ ഇവർ തമ്മിൽ വലിയ പ്രശ്നമാണെന്ന് മീഡിയ മുഴുവൻ കാണിച്ചത്. ചുമ്മാതായിരുന്നു, അത് വേൾഡിനെ ഫൂൾ ചെയ്തത്. എന്നിട്ടാണ് ഈ ബോംബ് കൊണ്ടിട്ടത്. ഈ അമേരിക്ക അവരുടെ പക്ഷത്തുണ്ട്. അതുകൊണ്ടാണ് അറബ് ആളുകൾ, മുസ്ലിങ്ങൾ അമേരിക്ക പറയുന്നത് ബിഗ് സാത്താൻ, ബിഗ് സേറ്റൻ, ഇസ്രായേലിനെ പറയുന്നത് സ്മോൾ സേറ്റൻ. അങ്ങനെ പറയുന്നത് വലിയ സാത്താൻ, കൊച്ചു സാത്താൻ. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ഈ വലിയ സാത്താൻ വരെ വിട്ടുകിട്ടി. ഒന്നെടുത്ത് ജെരമ്യാ പ്രവചനം 30-ാം അധ്യായം എടുത്ത്. ജെരമ്യാ പ്രവചനം 30-ാം അധ്യായം പ്രവാചകൻ പറയുകയാണ് ഇസ്രായേലിനെ മടക്കിക്കുന്നത്. 2500 വർഷം മുമ്പ് ദൈവം പറഞ്ഞു, ഇതൊരു പുസ്തകത്തിൽ എഴുതി വെക്കണം. എന്താ എഴുതി വെക്കാൻ പറഞ്ഞത്? 3-ാം വാക്യം, ഞാൻ ഇസ്രായേൽ യഹൂദമായ എൻ്റെ ജനത്തിൻ്റെ പ്രവാസം മാറ്റുവാനുള്ള കാലം വരും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ അവിടെ പിതാക്കന്മാർ കൊടുത്ത ദേശത്തിലേക്ക് അവരെ മടക്കി വരുത്തും, അവർ അതിൻ്റെ കൈവശമാക്കുന്ന യഹോവയുടെ അരുളപ്പാട്. 2500 years ago it was penned out and that has literally fulfilled. അവരെ മടക്കി അവരുടെ പിതാക്കന്മാരുടെ ദേശം കൈവശപ്പെടുത്തി. ഇനിയും നടക്കേണ്ടത് അവരുടെ പീഡന കാലഘട്ടം, ട്രിബുലേഷൻ ടൈം. നോക്കിയാൽ 7-ാം വാക്യം അടുത്തതായിട്ട് നടക്കുന്നു. ആ നാൾ പോലെ വേറെയില്ലാതെ വണ്ണം വലുതായിരിക്കുന്നു കഷ്ടം. അത് യാക്കോബിന് കഷ്ടകാലം തന്നെ, എങ്കിലും അവൻ അതിൽ നിന്ന് രക്ഷിക്കപ്പെടും. സോ ഈ യഹൂദൻ മടങ്ങി വന്നു. ഇനിയും നടക്കേണ്ടത് യഹൂദന്റെ കഷ്ടകാലം, ട്രിബുലേഷൻ പീരീഡ്. അന്ന് അമേരിക്ക അവരെ സപ്പോർട്ട് ചെയ്യുന്നു. 13-ാം വാക്യം നോക്കി, നിന്റെ വ്യവഹാരം നടത്തുന്നവരാരുമില്ല. 14-ാം വാക്യം, നിന്റെ സ്നേഹിതന്മാരൊക്കെ നിന്നെ മറന്നിരിക്കുന്നു. ആരാ അവരുടെ വ്യവഹാരം നടത്തുന്നത്? അമേരിക്കയാണ്. നിന്റെ വ്യവഹാരം നടത്തുവാൻ ആരുമില്ല ഈ സമയത്ത്. 2 കാര്യങ്ങളാണ് നടക്കേണ്ടത്. ഒന്നുകിൽ അമേരിക്ക ഫൈനാൻഷ്യലി തകരും. സമയമുണ്ടായിരുന്നെങ്കിൽ ഞാൻ എടുക്കാമായിരുന്നു. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും കടമുള്ള രാജ്യം അമേരിക്കയാണ്. സംതിങ് അറൌണ്ട് $34 trillion ഡെപ്റ്റുള്ള രാജ്യം. 1 ട്രില്യൺ എന്ന് പറഞ്ഞാൽ എത്രയുമാണ്? 1.12 അവർക്കിത് വീട്ടാനൊക്കത്തില്ല. ഇതിൻ്റെ പലിശ കൊടുക്കുന്നു. ഓരോ വർഷം കഴിയുമ്പോൾ ഈ കടം കൂട്ടിക്കൊണ്ടിരിക്കുക. അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്നറിയാം. ട്രംപിനെ പോലെയുള്ളവർ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നു. ബിക്കോസ് ദേ ബിലീവേഴ്സ്. റാപ്ചർ, ഉൾപ്രാവണത്താൽ വിശ്വാസികളെല്ലാം പോകും. അമേരിക്കയിലെ ബിലീവേഴ്സ്
ലീഡേഴ്സ് എല്ലാം പോകും. പിന്നെ അമേരിക്ക ഒരു സെക്യുലർ കൺട്രിയാണ്. അന്ന് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യില്ല. ഞാൻ ഓർപ്പിക്കട്ടെ, we are living in a special time in history. The Jewish people were wandering almost 2000 years. As the Lord has prophesied, they have been back in their own land. They have been brought back from 130 countries. And what the prophets have foretold, one by one is being restored. Christ will be in heaven until the times of restoration. And let me remind you, we are living in a time of restoration. യഥാസ്ഥാനത്തിൻ്റെ നാടുകളിലാണ് ഞാനും നിങ്ങൾ ജീവിക്കുന്നത്. ഏത് സമയത്തും കർത്താവിന് മടങ്ങി വരാം. They are given us a sign to us. And they are known as a banner of God. God has raised a banner for the nations. What is written in that banner? My son is going to come back. And he is going to take the rulership of this world. നമ്മൾ ഒരുങ്ങണം. ഞങ്ങളെ കേൾക്കുന്ന ആരെങ്കിലും യേശു ക്രിസ്തുവുമായിട്ട് ബന്ധമില്ലാതെ ഈ കർത്താവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ സ്വീകരിച്ച് നിങ്ങൾക്ക് വേണ്ടിയാണ് അവൻ ക്രൂശിൽ മരിച്ചതെന്നുള്ളത് മനസ്സിലാക്കി അവനെ കൈക്കൊണ്ട് അവൻ്റെ മക്കളായി മാറുക. തിരുവചനത്തിൽ വായിക്കുന്നു, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവ മക്കളാകുവാൻ അധികാരം കൊടുത്തു. നിങ്ങൾ കർത്താവിൽ വിശ്വസിച്ച് ഒരു ദൈവവൈദ്യനായി തീരുകയും നിങ്ങളുടെ രക്ഷ ഉറപ്പുവരുത്തി സന്തോഷത്തോടും ധൈര്യത്തോടും ചെയ്യുവാൻ ദൈവം നിങ്ങളെ ഇടയാകട്ടെ. ദൈവമക്കളായി നമ്മൾ, ഞാനിവിടെ നിർത്തുന്നു, ദൈവമക്കളായി നമ്മൾ എത്ര ഉണർന്ന് ജീവിക്കും. അവനിൽ ഈ പ്രത്യാശയുള്ളവരൊക്കെ അവൻ നിർമ്മലനായിരിക്കുന്ന പോലെ തന്നെത്താൻ നിർമ്മലീകരിക്കും. വിശുദ്ധിയെ തികച്ച് കൂടുതൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയം ചെലവഴിച്ച് കൂടുതൽ കർത്താവിൻ്റെ പാദങ്ങളിൽ സമയം കണ്ടെത്തി വിശുദ്ധിയുള്ളവരായി നമുക്ക് ജീവിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ തലമുറ അവൻ്റെ വരവിന് വേണ്ടി ഒരുക്കുന്നു. അത്തിയുടെ ഉപമ പറഞ്ഞു സകലവും നിവൃത്തിയാകുമ്പോഴും ഈ തലമുറയിൽ ഒഴിഞ്ഞു പോകില്ല. ഏത് തലമുറ? അത്തിയുടെ തളർവ് കണ്ടെത്തണം. ഞാനിത് അവൻ വാതുക്കലാണ്. ഏത് സമയത്തും നമ്മളെ വിളിച്ച് അവൻ്റെ അടുത്ത് ചേർക്കാം. ഒരുങ്ങ്. അവൻ നമ്മെ സഹായിക്കട്ടെ. അവൻ്റെ വലിയ നാമം നമുക്ക്